ഹായ് ഫ്രണ്ട്സ്, പ്രഭാത ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ പറ്റുന്ന 2 എളുപ്പവും രുചികരവുമായ ചമ്മന്തികളാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തക്കാളി ചമ്മന്തിയും അതിനുശേഷം തേങ്ങാ ചമ്മന്തിയും. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ കുറച്ച് മിനിറ്റിനുള്ളിൽ ഇവ തയ്യാറാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: തക്കാളി 3 എണ്ണം, ചെറിയ ഉള്ളി 6, വറ്റൽമുളക് 4, വെളുത്തുള്ളി 3 അല്ലി, തേങ്ങ 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്. ഇനി തയ്യാറാക്കുന്ന രീതി: ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് വഴറ്റുക. ശേഷം അരിഞ്ഞ തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. ഇവ തണുത്തതിനു ശേഷം തേങ്ങയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. കറിവേപ്പില ചേർത്ത് താളിച്ചാൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു രുചികരമായ തേങ്ങാ ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം ഇത് ബെസ്റ്റ് കോംബോയാണ്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരകിയോ അല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയതോ ആയത് ഒരു കപ്പ് എടുക്കാം. വറ്റൽമുളക് 1 കപ്പ്. എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുഞ്ഞുമക്കളുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി 3 അല്ലി, കറിവേപ്പില 1 തണ്ട്, ഒരു ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ എന്നിവയാണ് നമുക്ക് വേണ്ടത്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. അതിൻ്റെ മണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കേണ്ട, അത് ഓപ്ഷണലാണ്. ഇനി തയ്യാറാക്കുന്ന രീതി: ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ ശേഷം ആദ്യം വറ്റൽമുളക് ചേർത്ത് ചെറിയ തീയിൽ വറുത്തെടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് ചമ്മന്തിക്ക് നല്ല മണവും രുചിയും നൽകുന്നു. ഇനി ചിരകിയോ അല്ലെങ്കിൽ പീസാക്കി വെച്ചിരിക്കുന്നതോ ആയ തേങ്ങാ കഷ്ണങ്ങൾ എടുത്ത് ഈ പാനിൽ കൂടി ചേർത്ത് 1 മിനിറ്റ് മാത്രം വഴറ്റിയെടുക്കുക. അധികം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ചെറിയൊരു കളർ മങ്ങിയാൽ മാത്രം മതിയാകും. ഇനി ഈ മിശ്രിതം തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈനായി അരച്ചെടുക്കുമ്പോൾ നമ്മുടെ രുചികരമായ തേങ്ങാ ചമ്മന്തി റെഡി. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്നിവയോടൊപ്പം വിളമ്പാം. ഇത് ഒരിക്കലും എല്ലാവരും തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഇനി ഇതുപോലെ കൂടുതൽ എളുപ്പമുള്ളതും രുചികരവുമായ റെസിപ്പികൾക്കായി രുചിവീട് ഒഫീഷ്യൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.